Hey Siri, play music. Siri, ഉണ്ടായിരുന്നേ. എടോ, what's next? No phones, no calls, no cinema. Just booze, dance, കുന്തളിപ്പ്, കലാപരിപാടികൾ and finally blackout. എന്റെടോ ഇതൊക്കെ എങ്ങനെ നടപടിയാവാനാണ്? എടോ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഉടനെ ഒന്നും. മാത്രമല്ല നമുക്ക് ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യേണ്ടതല്ലേ? അതൊക്കെ തന്റെ തലവേദന. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇനി അതിനെ പറ്റി സംസാരിക്കണ്ട. നാട് വിടണം. ഒന്ന് കടൽ കടന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം ശരിയാ. കടല അല്ല ഏതാ രാജ്യം? ഹബീബി, let's go Dubai. കേട്ടടി നീ ബേജാറക്കണ്ട് ബാ അടുത്ത ഫ്ലൈറ്റില് ഒന്നും നോക്കണ്ട. നമുക്കിടെ മജ്ജനം ബജ്ജാക്കാ. യു കെ നമ്മുടെ 4 ഫ്രണ്ട്സ് വരുന്നുണ്ട്. 6 മാസത്തിന് പണി പിടിക്കണ്ട. കൊൽസാക്കാം നമുക്ക് ദുബായില്. ഡേവിഡ് ചങ്ങായി വരെ വരുന്നുണ്ടോ നാട്ടില്? കുറച്ചൊക്കെ ഒരു പണിയും വെച്ചാ അതിന് നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഓന്റെ പ്രോബ്ലം സോൾവ് ചെയ്യണ്ടല്ലോ. ഒരു സാർ ഐ ഡി ഉണ്ട്. എന്ത്? ഇലൂമിനാറ്റി. ഇലുമിനാണ്ടിയോ? അണ്ടി അല്ലറോ ആറ്റി. ഇലൂമിനാറ്റി. നിങ്ങൾ കാണില്ല? ഇതാ നിന്റെ സിമ്പിളായിരുന്നാ? ആ എന്തത്? എന്ന് ചൊല്ലിയ ഫോറിൻ ചാത്ത സേവ. ഈ ആത്മാവ് വെച്ചൊരു കളിയത്. അയ്യടാ, ആത്മാവ് പണയം വെച്ചിട്ടുള്ള ഒരു പരിപാടിക്കും സത്യക്രിസ്ത്യാനികളെ കിട്ടത്തില്ല കേട്ടാ. ശരിയാ. ഒരു ദം വേൾഡ് മുഴുവൻ കീഴടക്കിട്ട് സോളോ ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം ബൈബിളിലും പറഞ്ഞ ഞാൻ വായിച്ചിട്ടാണ്. ഒന്നും നടന്നില്ലല്ലേ? എന്താ അന്വേഷിക്കണം? നമ്മളെന്താണ് ഇവിടെ? എന്താണ് ഇവിടെ? എന്നാ രാത്രി ക്ലബിൽ നിന്ന് ഇറക്കിയിട്ട് ഒയാസിസ് കണ്ടു നോർത്തിട്ട്. എന്നിട്ട് ഒയാസിസ് എവിടെ? അതറു എന്റെ അലാക്കിൽ ഒയാസിസ്. അത് രാത്രി കൂടെ നിന്നും മരുഭൂല് കുഴിച്ചിട്ട് നടുപോയി. ഓക്കെ, ലെറ്റ്സ് ടോക്ക് സിനിമ. ഓൾമാൻ. ഓ അത് ഞാൻ പണ്ടൊക്കെ ഞാൻ 10-20 സിഗരറ്റ് വലിക്കുമായിരുന്നു ഡെയിലി. അന്ന് ഞാൻ ടാക്സിയൊക്കെ ഓടിക്കുന്ന കാലം. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു മോഹൻലാൽ പടത്തിൻ്റെ ഷൂട്ടിംഗ് വരും. കുറച്ച് ദിവസം ലാലേട്ടൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരു ഡ്രൈവറെ ആവശ്യം വന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷൺമുഖണ്ണൻ പുള്ളിക്കാരൻ എന്നെയും തപ്പി നേരെ സ്റ്റാൻഡിലേക്ക് വന്നു. ഞാനാണെങ്കിൽ ബെസ്റ്റ് ഡ്രൈവറാണല്ലോ ആണേ. ആ സമയം നോക്കി ഞാൻ ഒരു സിഗരറ്റ് വാങ്ങിക്കാൻ അപ്പുറത്തോട്ട് പോയി. അയാൾ 5 മിനിറ്റ് കാത്തിരുന്നപ്പോഴേക്കും എൻ്റെ സുഹൃത്തായ ആൻ്റണിയെ വിളിച്ചുകൊണ്ട് അയാൾ പോയി. ആ ആൻ്റണിയാണ് ഇന്നത്തെ ആൻ്റണി പെരുമ്പാവൂർ. എങ്ങനെയുണ്ട്? ഞാൻ ആ സിഗരറ്റ് വാങ്ങിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായനെ? ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ മുതലാളി ആരായിരുന്നേനെ? ഈ പൈലി കുരുവിലങ്ങാട്. അന്ന് നിർത്തിയതാ മക്കളെ ഞാൻ ഈ കോപ്പിലെ സിഗരറ്റ് വലി. തനിക്കിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ടോ? എന്തിന്? ഏത് നരകത്തിൽ പോയാലും ഹാപ്പി ആയിട്ടിരുന്നോളെന്നാണ് എൻ്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ലെനി, ചേട്ടാ ഞാൻ എങ്ങനെയുണ്ടാ? ചേട്ടാ സൂപ്പർ അല്ലേ? അതല്ലടാ, ആസ് എൻ ആക്ടർ ഞാൻ എങ്ങനെയുണ്ട്? ചേട്ടാ എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ആസ് ആൻ ആക്ടർ ചേട്ടൻ നല്ല കഴിവുണ്ട്, എനിക്കറിയാം. പക്ഷെ ചേട്ടൻ ഇപ്പോഴത്തെ പരിപാടി വെച്ചിട്ട് ചേട്ടനോട്ടും പോരാ. ചേട്ടൻ ആദ്യം ചേട്ടൻ്റെ ഉഴപ്പൊക്കെ നിർത്ത്. എന്നിട്ട് കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് സിനിമയ്ക്ക് വേണ്ടി. ചേട്ടൻ ഇപ്പോൾ കിട്ടിയ സൂപ്പർ സ്റ്റാറിൻ്റെ പദവി ഉണ്ടല്ലോ, അത് കിട്ടാൻ എത്ര പേര് കൊതിക്കണ്ട കേട്ടാ. അതിനുവേണ്ടി ഒന്നും ചേട്ടൻ ചെയ്യണായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ.
നമുക്കിതൊന്ന് ശരിയാക്കണോടാ. ഞാൻ പഠിച്ചാലോ എന്ന് വിചാരിക്കാം. അഭിനയം. അതെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ സമർത്ഥ് നായരുടെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ട്. അത് ഞാനൊന്ന് പറയട്ടെ. ആര്? വെറും സ്റ്റാർ സമർത്ഥ് നായർ. ഓക്കെ, സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവനാ? എന്താണ് ചേട്ടാ പുള്ളിക്ക് ഇഷ്ടംമാരെ ആ വിഷയം വിടു നീ. ഇത് സമർത്ഥ് നായർ ഇസ്താംബുൾ ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ടർക്കിയെ പോയി ട്രിപ്പ് അടിക്കാൻ പറ്റിയ സ്ഥലമാണോ? എടാ, ഇത് നമ്മൾ ദുബായിൽ കള്ളൊടിക്കാൻ വന്ന പോലെ അല്ല. അയാളൊരു സിനിമയിലെ കഥാപാത്രം ഉൾക്കൊള്ളാൻ വേണ്ടി ഇസ്താംബുളിലേക്ക് പോയ ഒരു യാത്രയാണ്. റിസർച്ച് യത്തീംഖാന. എന്നിട്ടെന്താ, സമർത്ഥ് നായർ ഇങ്ങനെ ജീവിതം പഠിക്കാൻ വേണ്ടി ഇസ്താംബുളിന്റെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ മണകുണാന്ന് നടക്കുക. അയ്യടാ, സമർത്ഥ് നായരാവാൻ പറ്റിയൊരു മോന്തായോ. എന്താണ് എനിക്ക് സമർത്ഥ് നായർ ആയിക്കൂടെ? മൻ ചങ്കായത്തോ കടൗത്തിമേ ഗംഗാജൽ എന്നല്ലേ? എന്ത് മനസ്സ് നല്ലാണെങ്കിൽ കിണ്ടിയിലും ഗംഗാജലാണ്. കുണ്ടിയിലല്ല കുണ്ട കിണ്ടിയില്. അതുവിടെ. അപ്പോഴങ്ങനെ സമർത്ഥ് നടക്കുമ്പോ തൊട്ടും ലോകം കണ്ട എക്കാലത്തെ ഈ മികച്ച നടനായ ഈദിൽ അഹാദി അയ്യേ അതപ്പതനം. ഇതാണോ ഈദിൽ അഹാദി? എന്തേ, ഇവന് സമർത്ഥ് നായരാവെങ്കിൽ എനിക്ക് ഈദിൽ അഹാദി ആവാം. ഇയാളെ ബാക്കി കഥ പറ. എന്നിട്ടെന്താ, സമർത്ഥ് നായർ അദ്ദേഹത്തിന്റെ കാലിലേക്ക് ടപ്പേന്ന് പറഞ്ഞങ്ങ് വീഴുക. ഗുരുവേ, അഭിനയത്തിന്റെ പാഠവും പകർന്നു തരാം. എനിക്ക് കുറച്ച് അഭിനയം പഠിപ്പിച്ചു തരൂ. ഹമേഷാം അൽഫഹൈം ഇന്ത്യ സർബാഖോ ത്രിത്വ ശമാംശ ഏക്ത അമിതാഭ് ബച്ചൻ ദൂധ്വ മണിരത്നം അൻഹ ത്രിത്വ മോഹൻലാല. അതെന്താണ്? പുള്ളിക്ക് മമ്മൂട്ടിനെ പറ്റൂലേ? മമ്മൂട്ടി തന്നെ പുള്ളിനെ പിടിച്ച് കടിച്ച. എടാ, മമ്മൂക്കൊക്കെ പുള്ളി നേരത്തെ കണ്ടു കാണും. ഇക്കയാണെങ്കിൽ ഇടയ്ക്ക് ടർക്കി ടൂർ പോകുന്ന ആളല്ലേ. ന്യായം. ഇയാൾ എന്തായി പറഞ്ഞു വരുന്നത്? ഈ ഈദി അമീൻ എന്നെ പഠിപ്പിക്കാൻ വരുമോ? ഈദിൽ അമീൻ അല്ല കുട്ടാ, ഈദിൽ അഹാദി. അയാൾ എന്നെ പഠിപ്പിക്കാൻ വരുമോ? അയാൾ വരില്ല. ഈദിൽ അഹാദി ലൈറ്റ്. ആര്? ഈദിൽ അഹാദി ലൈറ്റ്. അതാരാ? ഒരു ബെൻസ് പോകേണ്ട വഴിയാണോ ഇത്? താൻ എന്റെ വില കളയോ? നോക്കിയിട്ട് ഞാൻ പൊളിക്കണല്ലേ? നീ ആദ്യം കണ്ണട ഒരു മാറ്റി വെച്ച് സ്ക്രാച്ച് വല്ലതും വീണാൽ നല്ല ഇടിമേടിക്കും നീ. കണ്ണടയിലെ കാറില്ല. രണ്ടും എൻ്റെ അല്ലേ? ഒന്ന് പോയിട്ടാണ് ഞാൻ പറഞ്ഞാണ് അയാളെ നമ്മുടെ അടുത്തേക്ക് വിളിപ്പിച്ചാൽ മതിയെന്ന്. എവിടെയെങ്കിലും ഒരു ഗുരു ശിഷ്യനെ തേടി പോയിട്ടുണ്ടോ? ശിഷ്യനാണ് ഗുരുവിനെ തേടി പോകേണ്ടത്. അതാണ് ഗുരുവിന്റെ സമ്പ്രദായം. അതെ, പുള്ളിക്കാരൻ കുറച്ച് എക്സെൻട്രിക് ആണ്, പക്ഷെ ഉഗ്രം കലാകാരനാണ്. റഷ്യയിലെ ലോകപ്രശസ്തമായ ഷേപ്കിൻ സ്കൂൾ ഓഫ് ആക്ടിങ്ങിന്റെ പ്രൊഡക്റ്റ് ആണ്. പിന്നെ മറ്റുള്ളവർ അറിയുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. മാഷ് നമ്മുടെ ഡ്രൈവറായിട്ട് കൂടെ നിന്നോളും. അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഡെഡല്ലോ. ഇനി ഇവിടുന്ന് ബോട്ട് പിടിച്ചു പോണോ? അല്ല, വണ്ടി വീട് വരെ വരുന്നതാണ് അയാൾ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത്. അതുപോലെ ഓട്ടോ ഒക്കെ ആയിരിക്കും. നീ വണ്ടി തിരിച്ചേ. ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒറ്റ മിനിറ്റ്. Give me 5 minutes. എന്താ? അതെ, ഗുരുവാണ്, മറക്കരുത്. ഗുരുത്വമാണ് നമുക്ക് ആദ്യം വേണ്ടത്. Trust me, this will work. എന്റെ അമ്മയെ, എത്ര ദൂരം പോണാവോ? ഈ തെണ്ടിക്ക് സിറ്റിയിൽ എങ്ങനെ വെച്ചാൽ പോരായിരുന്ന വീട്. ഓ, മോനെ, ആ സൈക്കിളും തരുവാടാ. താങ്ക്സ്. അതിന് വാലൂടെ കട്ട് ചെയ്തത്. ഹലോ, ഞാനാ. ഒരു മിനിറ്റ്, ഇതൊന്ന് നോക്കണേ.
നോക്കുന്നു പോയി നോക്ക്. പണിയെടുക്കാനാ പറഞ്ഞ, വെറുതെ നോക്കിയിരിക്കാനല്ല പറഞ്ഞ. ഈ ഷെയ്ൻ ചന്ദ്ര പേരോട് ആരും അറിയില്ലല്ലേ? ഇല്ലില്ല, ഇവിടെ ആശമ്പല്ല. ഓ അല്ല, ഇവിടെ എന്താ പരിപാടി? വല്ല ആക്ടിംഗ് ക്ലാസ്സോ നാടക കളരിയോ സംതിങ് ലൈക്ക് ദാറ്റ്? അല്ല, കമ്മ്യൂണിറ്റി കുക്കിംഗ്. പിള്ളേർ ആക്ടിങ് മാത്രം പഠിച്ചാൽ പോരല്ലോ, ലൈഫും കൂടി പഠിക്കണ്ടേ. അതിന്റെ ഡേ കൂടി ആക്ടിങ്ങും. എവിടെ സ്റ്റുഡന്റ്? എവിടെ? അവരുടെ കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി ഇത്ര ദൂരം വരാത്തോണ്ട്. വണ്ടി ഇവിടെ വരുള്ളൂ. അല്ല, കുറച്ച് എക്സ്പെൻസീവ് വണ്ടിയാ. വല്ല പോറിൽ പോണാലോ. മൂപ്പര് ഈ വണ്ടിയുടെ കാര്യത്തിലൊക്കെ കുറച്ചൊരു ടെൻഷനിലാണ്. എന്നാ പിന്നെ അങ്ങോട്ട് പോവാം. വാ. ഇത് കണ്ടില്ലേ, ഇതിൽ പുട്ടുപോലെ വരില്ലേ? എനിക്കറിയാവുന്ന, ഞാനൊരു വലിയ ഡ്രൈവറാ. പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? പക്ഷെ ലോറിയൊന്നും വരില്ല കേട്ടോ. അതെന്താ ഇങ്ങനെ വെറുതെ ഇരിക്കണം? അത് ഞാൻ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എന്നാലും അതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായിക്കോളും. അതെ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു പുഷ്, ഒരു ചെറിയ ട്യൂണപ്പ്, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? പിന്നെ ടൈറ്റ് ഷെഡ്യൂളാണ്. കുറേ സിനിമകളുടെ ബാക്ക് ടു ബാക്ക് ഷൂട്ടും അതിനെല്ലാം പ്രിപ്പറേഷൻസ് ഉള്ള ഒരു സമയം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തി. അതൊക്കെ ഓക്കെയാണ്, ഒരു വിഷയമില്ല. പിന്നെ എൻ്റെ രീതി കുറച്ച് ഡിഫറെൻ്റാണ്. ബേസിക്കലി പിന്നെ 6 മാസത്തേക്ക് എന്നെ കട്ട് ചെയ്ത് വിടാനും പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞ പേയ്മെൻറ്റിൽ ഒരു മാറ്റമില്ലെങ്കിൽ ഞാൻ ഓക്കെ. പേയ്മെൻറ്റിനെ പറ്റി സാറിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഐ മീൻ ഇതിനു മുമ്പ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിച്ചാൽ. അതല്ല, വൈ റഷ്യ? ഐ മീൻ അവിടെ MBBS പഠിക്കാൻ പോയൊരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. ബട്ട് ആക്ടിങ് സൗണ്ട് ചെറിയൊരു ജാട. മാലി തിയേറ്റർ. മാലി? ആ മാലിയല്ല, മെത്തഡ് ആറ്റിൻ്റെ ഈറ്റിലും അറിയില്ലേ? സ്റ്റാലിൻ സ്വാസ്കി, ബോളോസ്ക്വാസ്കി, ആശാമര തട്ടകം, അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ബേസിക്കലി ഞാനൊരു ആധുനിക മനുഷ്യനാണ്. അതായത് നിങ്ങൾ ഈ സാധാരണ ജനങ്ങളെ പോലെ ജൈവികമായിട്ടുള്ള വികാരങ്ങൾ ലൈക്ക് പെയിൻ, ഹേറ്റ്, ഈഗോ, ജാഡ, ഇൻസൾട്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. ബിക്കോസ് ഐ എം ആൻ ആക്ടർ. പിന്നെ എല്ലാ തരത്തിലുള്ള വയലൻസിനെ എതിർക്കുന്ന ഒരാളാണ്. ഒട്ടും വയലൻസ് ഇല്ലാത്തൊരു ലോകം, അതാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ ആക്ടറായിട്ട് സിനിമയിലൊന്നും ട്രൈ ചെയ്തില്ല? നോ, നെവർ. സിനിമ ഒരുമാതിരി പ്ലാസ്റ്റിക് ആർട്ടാണ്. ഞാനിവിടെ നാടകമൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു. കുട്ടികളെ നാടകമൊക്കെ പഠിപ്പിച്ച്, പിന്നെ PK പറഞ്ഞായിരുന്നു ഒരു കൊച്ചു കുട്ടിനെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണമെന്ന്. ആക്ടിങ്ങിന്റെ ബേസിക്സ് ഒക്കെ ശരിയാക്കി അതൊക്കെ എങ്ങനെയാണ് എല്ലാം പറഞ്ഞ പോലെ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്ഥിതിക്ക് ഐശ്വര്യമായിട്ടൊന്ന് ഷെയ്ക്കിൻ്റെ തുടങ്ങാം.